കമലേഷ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. കമലേഷ്, നിരവധി കാര്യങ്ങളിൽ ഇന്നിപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നേട്ടങ്ങളെയൊക്കെ ഇകഴ്ത്തി കാണിക്കുന്നു എന്ന് ഗോവിന്ദൻ മാസ്റ്റർ എടുത്തു പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുൽ ഗാന്ധി ഹരിയാനയിലെ വോട്ട് കൊള്ളയെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിലും ഇന്നിപ്പോൾ വലിയ രീതിയിലൊരു പ്രതികരണം ഗോവിന്ദൻ മാസ്റ്റർ നടത്തുകയാണ്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമി, അതായത് UDFും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധം യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൽ വളരെ നേരത്തെ തന്നെ വി.ഡി. സതീശൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു അതിതീവ്ര അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ളൊരു നിലപാടിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുമായി അത്തരത്തിലൊരു പരസ്യ ബന്ധമില്ല, പരസ്യ ബാന്ധവമില്ല എന്നുള്ളതാണ്. പക്ഷേ രഹസ്യമായി ഉണ്ട് എന്ന് ഇതോടുകൂടി വെളിവാകുന്നു എന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറയുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനത്തോടുകൂടി ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിൻ്റെ ഈ നേട്ടത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അഭിമാനകരമായ ഒരു നേട്ടം കേരളം കൈവരിച്ചിരിക്കുന്നു എന്ന നിലയിൽ അതിനെ കാണുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല എന്ന വിമർശനമാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രതിപക്ഷം വളരെ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. എല്ലാം അന്ധമായ ഒരു രാഷ്ട്രീയ വിരോധം കൊണ്ട് എല്ലാത്തിനെയും ഇകഴ്ത്തി കാണിക്കാനുള്ള ഒരു നീക്കമാണ് കേരളത്തിലെ പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട വിമർശനം ഇന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ടത് ഈ വോട്ട് ചോരി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഈ സംഘപരിവാറിന് കീഴടങ്ങുന്ന നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറി എന്നതിൻ്റെ തെളിവാണ് ഈ വോട്ട് ചോരി ആരോപണങ്ങൾ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് സംഘപരിവാറിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കീഴ്പ്പെടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ തെളിവുകൾ രാഹുൽ ഗാന്ധി തന്നെ വളരെ കൃത്യമായി ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. കേരളത്തിലും ഇത് നടക്കാനുള്ള സാധ്യതകളുണ്ട്. അതിൽ എല്ലാവരും അങ്ങേയറ്റം ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം കൂടിയാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളത്. ഭദ്ര, വ്യക്തമാണ്. കമലേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.